പുറത്ത് നല്ല മഴയ്ക്കുള്ളൊരു മട്ടാണ്. അങ്ങനെ കോരിച്ചൊരിയുന്നൊരു മഴയത്ത് പ്രണയം പെയ്തിറങ്ങിയ ഒരു അനുഭവം സമ്മാനിച്ച ഒരു സിനിമയുടെ റിവ്യൂമായിട്ട് നമുക്കിന്ന് അങ്ങ് സംവാദം തുടങ്ങാം. നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രണയവും ഭക്തിയും കലർന്ന ഒരു ഉർവരമായൊരു ശാഖയുണ്ട്, സൂഫി സാഹിത്യം. അതിൽ സൃഷ്ടിയുടെ ഏതോ ഒരു നിമിഷത്തിൽ പരമാത്മാവിൽ നിന്നും വേർപെട്ടു പോയ ജീവാത്മാവ്, ആ ജീവാത്മാവ് തൻ്റെ ജീവിതം മുഴുവനും പരമാത്മാവിൽ ലയിക്കാനുള്ള ഒരു പ്രയാണത്തിലായിരിക്കും എപ്പോഴും. അതിൽ വരുന്ന തടസ്സങ്ങളും ഒരു ആകുലതകളും ഇതെല്ലാം ചിത്രീകരിച്ച് വളരെ ഭക്തിയും പ്രണയവും കൂടിക്കലർന്ന വളരെ ഉർവരമായൊരു സാഹിത്യശാഖ എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ പ്രമുഖ കവിയായിരുന്ന മലിക് മുഹമ്മദ് ജായ്സിയുടെ പത്മാവത് ഉൾപ്പെടെ എല്ലാ രചനകളിലും, സൂഫി രചനകളിലും ഇതേപോലെ പ്രണയത്തിൻ്റെയും ദൈവികതയുടെയും സാന്നിധ്യം നമുക്ക് കാണാം. ഇപ്പോഴത്തെ യഥാർത്ഥ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. കാണാൻ കണ്ണുണ്ടെങ്കിൽ, അനുഭവിക്കാനുള്ള ഒരു മനസ്സ്, അനുഭവിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കും കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഉള്ള ഒരു ദൈവിക പ്രണയം നവാഗത സംവിധായകനായ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചത് പ്രണയത്തിൻ്റെ ഇതുപോലെ മഴയിൽ കുതിർന്ന ഒരു അനുഭവമാണ്. വളരെ സൗന്ദര്യാത്മകമായ ഒരു അനുഭവം. ഒരു വിരൽത്തുമ്പ് കൊണ്ടുപോലും തൊട്ട് അശുദ്ധമാക്കാത്ത കാഞ്ചനമാലയുടെ കൽബിലെ മൊഞ്ച് തിരിച്ചറിഞ്ഞ മൊയ്തീൻ്റെ പ്രണയം, മരണത്തിന് പോലും കീഴടക്കാനാകാത്ത തൻ്റെ പ്രണയത്തിൽ മൊയ്തീൻ്റെ അവിവാഹിതയായ വിധവയായി കഴിയുന്ന കാഞ്ചനമാല സമുദായ സ്പർദ്ധ ഒഴിവാക്കാനായി സ്വന്തം മകനെ കുരുതി കൊടുക്കാൻ തയ്യാറാകുന്ന ഉണ്ണി മുഹമ്മദ് സാഹിബ്, തൻ്റെ പ്രണയത്തേക്കാൾ 10 മടങ്ങ് പ്രണയമാണ് മൊയ്തീൻ്റേതെന്ന് തിരിച്ചറിഞ്ഞ് ആ നൊമ്പരത്തിൽ പിൻവാങ്ങുന്ന അപ്പു, സഹോദരിയുടെ ജീവിതം കൈവിട്ടു പോകുന്നതിൽ വളരെയധികം ദുഃഖിതനായി ജീവിക്കുന്ന കർക്കശക്കാരനായ സേതു, മകൻ്റെ പ്രണയം അവൻ്റെ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ അമ്മ, രാഷ്ട്രീയത്തിനും സമുദായത്തിനും എല്ലാം അപ്പുറത്തായി അവനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന അമ്മ, കലാരഞ്ജിനി, ശശികുമാർ തുടങ്ങി അനേകം നടന്മാർ ഈ സിനിമയിലൂടെ ജീവിക്കുകയായിരുന്നു. അഭിനയിച്ചു എന്ന് പറയാൻ ഒരിക്കൽ പോലും തോന്നുന്നില്ല. ആ ജീവിതം തിയേറ്ററിലിരുന്ന് പ്രേക്ഷകരും ജീവിക്കുകയായിരുന്നു. മുക്കത്തെ പെൺകുട്ടികളുടെ മനസ്സ് കവർന്ന സുമുഖൻ മൊയ്തീൻ. പക്ഷെ മൊയ്തീൻ്റെ മനസ്സ് കവർന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയായ കാഞ്ചനമാലയാണ്. കോഴിക്കോട്ടുള്ള തൻ്റെ പഠനയാത്രകൾക്കിടയിൽ തന്നെ പ്രണയപൂർവ്വം പിന്തുടരുന്ന കണ്ണുകൾ, കുസൃതി കണ്ണുകൾ മൊയ്തീൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ കാഞ്ചനമാല വളരെ സ്വാഭാവികതയോടു തന്നെ ആ പ്രണയത്തെ അംഗീകരിക്കുന്നു. എഴുത്തുകളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും ആ പ്രണയനദി മുന്നോട്ടൊഴുകുന്നു. പക്ഷേ അധികം നാൾ നീണ്ടു നിന്നില്ല. അവർ പിടിക്കപ്പെട്ടു. കാഞ്ചന വീട്ടുതടങ്കലിലായി. യാഥാസ്ഥിതികരായ കുടുംബാംഗങ്ങൾ ഈ പ്രണയത്തെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. എന്നാലും 10 വർഷത്തോളം തുടർന്ന ഈ വീട്ടുതടങ്കലിൻ്റെ ഇടയ്ക്കും അവർ കത്തുകൾ കൈമാറിയിരുന്നു. കത്തുകൾ പിടിക്കപ്പെടുക പതിവായപ്പോൾ പിന്നെ അവർ പുതിയൊരു രീതിയും കണ്ടുപിടിച്ചു, ഒരു കോഡ് ഭാഷ. ഒരു പക്ഷേ പ്രണയികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം പ്രണയം കൈമാറുന്നതിനായി ഒരു കോഡ് ഭാഷ കണ്ടുപിടിക്കപ്പെട്ടത്. വേണമെങ്കിൽ ഒരു ഒളിച്ചോട്ടത്തിലൂടെ പ്രണയ സാഫല്യം കണ്ടെത്താമായിരുന്ന ഇവർ പക്ഷേ അതിന് തയ്യാറായില്ല. സ്വന്തം സഹോദരങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി തനിക്കൊരു ജീവിതം എന്ന് കാഞ്ചനമാല നിശ്ചയിച്ചു. ആ തീരുമാനത്തെ മൊയ്തീൻ മാനിച്ചു. അവളുടെ കാലടികൾ പതിഞ്ഞ മണ്ണിനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് അവൻ കൊണ്ടു നടന്നു. അവളുടെ കയ്യിൽ നിന്നും ഉതിർന്ന മഴത്തുള്ളികൾ അവൻ കരുതലോടെ സ്വന്തം കയ്യിൽ സ്വീകരിച്ചു. പലപ്പോഴും വിധി അവർക്കെതിരായിരുന്നു. സഹോദരങ്ങളുടെ വിവാഹത്തിനു ശേഷം സ്വന്തമായി ജീവിതം ആരംഭിക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. ഇനി മുക്കത്ത് താമസിച്ച് ഒരു ജീവിതം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മുക്കം വിടാം, ഈ ദേശം വിടാം എന്ന് തന്നെ അവർ തീരുമാനിച്ചു. പക്ഷേ വിധി അവിടെയും അവർക്കെതിരായിരുന്നു. മൊയ്തീനെ എന്നേക്കുമായി തട്ടിയെടുക്കും. കാഞ്ചനമാല ഇനി തനിക്കൊരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് ആത്മഹത്യയിൽ അഭയം തേടാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ മൊയ്തീൻ്റെ അമ്മ അവളുടെ രക്ഷകയായി. ഇന്നും കാഞ്ചനമാല മൊയ്തീൻ അപൂർണമായി ഇട്ടിട്ട് പോയ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇരുവഴിഞ്ഞി അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ്റേതാണ്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ മൊയ്തീൻ ശരിക്കും ഒരു സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ആരോരും അറിയാതെ തൻ്റെ പ്രണയം
ഒരു മയിൽപീലി തുണ്ട് പോലെ മനസ്സിൽ സൂക്ഷിച്ച് അവസാനം ആ മയിൽപീലി തുണ്ടിനെ മൊയ്തീനെ ഏൽപ്പിച്ച് എന്നും നിൻ്റേത് മാത്രം എന്ന് പറഞ്ഞ് മടങ്ങുന്ന അപ്പു, ടോവിൻ തോമസിൻ്റെ അപ്പു ഈ വർഷത്തെ പ്രത്യേക നടനുള്ള പുരസ്കാരം നേടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആ മനസ്സിൻ്റെ തേങ്ങൽ മഴയും ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ ഷോട്ടിൻ്റെ ഏറ്റവും മനോഹാരിത. മതത്തിൻ്റെയും ആധ്യാത്മികതയുടെയും സത്യം മനസ്സിലാക്കി തൻ്റെ വാക്കിലും നോക്കിലും ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന സായി കുമാറിൻ്റെ ഉണ്ണി മുഹമ്മദ് സാഹിബ് എന്ന കഥാപാത്രം പ്രത്യേക പരാമർശം അർഹിക്കുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ നായികയുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടു കൂടിയാണ്. ദീപാരാധനയ്ക്ക് ശേഷം വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി തിലകമണിയിക്കുന്നത് ഉണ്ണി മുഹമ്മദ് സാഹിബിനെയാണ്. സാഹിബ് ഭക്തിയാദരപൂർവ്വം അത് ഏറ്റുവാങ്ങുന്നു. ഭക്തിയുടെ നിറവിൽ മറ്റു കുടുംബാംഗങ്ങളും മനസ്സറിയാതെ പറഞ്ഞു പോകും ബ്യൂട്ടിഫുൾ എന്ന്. മതത്തിനുമപ്പുറം സഹവർത്തിത്വം, സാഹോദര്യം, മനുഷ്യത്വം തുടങ്ങിയ മൂല്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. തുടർന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നോക്കും ഇതേ ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്നത് തന്നെയായിരുന്നു. തൻ്റെ തൻ്റെ ആദർശങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് മകൻ്റെ പ്രവർത്തനം എന്നറിയുമ്പോൾ മകനെ എതിരാളിയായി കാണുന്ന അച്ഛൻ, താൻ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് മകൻ പിൻവാങ്ങുമ്പോൾ മകനെ എതിരാളിയായി കാണുകയും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന അച്ഛൻ, മകൻ ഒരു അന്യജാതിക്കാരുടെ കൂടെ ഒളിച്ചോടിയാൽ ഒരു പക്ഷേ സമുദായ സ്പർദ്ധ വളർന്നേക്കാം എന്നുള്ള സംശയം മകനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകി. പക്ഷേ അവസാനം മകൻ്റെ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിക്കുന്നു. ഈ കഥാപാത്രം അവിസ്മരണീയമാണ്. പ്രണയത്തിൻ്റെ ദൈവീക സാന്നിധ്യം പാട്ടിലൂടെ കൺവേ ചെയ്യുന്ന എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ, മുഹമ്മദ് മഖ്ബൂലിൻ്റെ ഉച്ചസ്ഥായിയിലുള്ള ആലാപനം ശരിക്കും പ്രണയത്തിന് ഒരു ദൈവീകമായ ടച്ച് നൽകി. ഗോകുൽദാസിൻ്റെ സൗന്ദര്യാത്മകമായ ആശയങ്ങൾക്ക് ജോമോൻ ടി ജോൺ ക്യാമറ ചലിപ്പിച്ചപ്പോൾ അത് ശരിക്കും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമായി മാറി. ശ്രീ എം ജയചന്ദ്രനും പണ്ഡിറ്റ് രമേശ് നാരായണനും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന്, ശ്രീ ഗോപി സുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതം എല്ലാം പകർന്നു തന്ന ഒരു അഭൗമമായ അനുഭൂതി, പ്രണയത്തിൽ ആറാടിയ കുറേ നിമിഷങ്ങൾ. ന്യൂജൻ സിനിമകളുടെ ഈ കാലഘട്ടത്തിലും സാഹിത്യഭംഗി ചോരാതെ പ്രണയത്തിന് പുതിയൊരു ഭാഷ്യം നൽകിയ ശ്രീ ആർ എസ് വിമലിന് അഭിമാനിക്കാം.